വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുവായൂർ ഏകാദശിയാണ്. നമുക്ക് ഗുരുവായൂരിലൊന്നും പോകാൻ പറ്റിയില്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കൃഷ്ണൻ അമ്പലമുണ്ട്, തിരുമണിക്കൽ അമ്പലം. നമ്മൾ അവിടേക്ക് പോവാണ്. ചേച്ചി ഞാൻ ദേവുട്ടി അനിയത്തി ഇല്ലായിരുന്നില്ല, അനിയത്തിക്ക് നൈറ്റാണ്. അതുകൊണ്ട് അനിയത്തി ഏട്ടനൊന്ന് വൈകിട്ട് പോയി. അപ്പോൾ അതേ പണ്ടൊക്കെ നമ്മൾ അമ്മ ഇങ്ങനെ പറയണേ കേൾക്കാന്നല്ല, അമ്മ നമ്മളോട് എടുക്കാൻ പറയും, ഗുരുവായൂർ ഏകാദശി എടുക്കണം നല്ലതാണ്, അരിഭക്ഷണം കഴിക്കാൻ പാടില്ല, പുഴുക്ക് ഉപ്പുമാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല ജനമാണ്. കൃഷ്ണനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം നിന്ന് വരിയൊക്കെ നിന്നതിന് ശേഷം മൂപ്പരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടു, നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പറഞ്ഞു, സങ്കടങ്ങളൊക്കെ തീർത്തു. അപ്പോൾ അതേ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ അതേ മഞ്ചാടി ഉണ്ടായിരുന്നു. അപ്പോൾ ദേവുട്ടി ഞാനും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വാരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ആരൊക്കെയോ വന്ന് വാരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ഈ അമ്പലത്തിലാന്ന് എപ്പോഴും ദേവുട്ടി പരിപാടി നടക്കുന്നതിനിടയിൽ നല്ലൊരു മഴ പെയ്തു നമ്മളിവിടേക്ക്. അപ്പോൾ നമുക്ക് ദേവുട്ടിക്ക് വാങ്ങി തരുന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അത്ര നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചക്രമിഠായി മേടിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ദേവുട്ടിക്ക് മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ എനിക്കിത് അലർജിയാണ്, കൈയിൻ്റെ സൈഡിൽ എനിക്ക് ഭയങ്കര നീറ്റിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ദേവുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇട്ടതിന് ശേഷം അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് അലർജി കേട്ടോ, എനിക്കിതെന്തോ പറ്റണില്ല. എൻ്റെ ഓരോരോ സ്കിന്നിൻ്റെ പ്രത്യേകത ആയിരിക്കും. ദേവുട്ടിക്ക് നല്ല ഇഷ്ടം, ദേവുട്ടിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കൈ പൊള്ളുമോ നീറുമോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവർ ലാസ്റ്റ് ഒരു എണ്ണയൊക്കെ തേച്ച് കൊടുക്കണ്ടായിരുന്നു അടിപൊളിയാക്കാൻ. എന്താ അറിയില്ല, എനിക്കെന്തോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ ദേവുട്ടിക്ക് കീ ചെയിനൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല മഴ പെയ്തായിരുന്നു. പിന്നെ നമ്മൾ ആന ഉണ്ടായിരുന്നു, നമ്മളാനല്ല അവിടുത്തെ ആന ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ, മഴ പെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാനേ പറ്റില്ല. പിന്നെ എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ ദേവുട്ടി പറഞ്ഞു എനിക്ക് മാങ്ങ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 2 കഷ്ണം മാങ്ങ മേടിച്ചു കൊടുത്തു, അത് വളരെ ഹാപ്പിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.